ഐശേഷ് എന്നത്തെ മാറി സ്കൂൾക്ക് പോവാൻ നേരത്തെ തുടങ്ങിയോളൂ. അമ്മ എന്റെ ബാഗ് ഇവിടെ പോയി. അല്ല ഞാനാണ് നീ അവിടെ സ്കൂളിൽ പോണേ, അതൊന്ന് പറഞ്ഞു തരുമോ? ഓ ഇവിടെ പോ, അതാണ് ചർച്ച ചെയ്യേണ്ടത്. എന്റെ ബാഗ് ഒന്ന് എടുത്തതാ. ഇന്ന എന്റെ ബാഗ് എടുക്കേ, കണ്ണക്ക് നന്നായിട്ട് നോക്കിക്കോ. ഷോ ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോണ്ട വിചാരിച്ചിട്ട് ഈ ബാഗ് എടുത്തു വെച്ചതായിരുന്നു. ഈ അമ്മ അത് കണ്ടെത്തി. സ്കൂൾ തുറന്നിട്ട് 3 ദിവസമല്ലേ ആയുള്ളൂ. ഇന്നെന്താ ലീവാണോ? നിങ്ങളുടെ മിസ് ഇന്ന് വന്നിട്ടില്ല ക്ലാസ്സിൽ കേട്ടോ. അപ്പോ ഞാനാണ് അറ്റൻഡൻസ് എടുക്കാം. മിസ് എന്താ ഇത്? അത് പിന്നെ ബസ് കിട്ടിയില്ല മിസ്സേ. ഓഹോ എന്ത് ചോദിച്ചാൽ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ബസ് കിട്ടിയില്ല, ഓട്ടോ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് 3 ദിവസമായിട്ടുള്ളൂ ക്ലാസ് തുടങ്ങിട്ട്. അപ്പോഴേക്ക് തുടങ്ങി അവള്. ഇവിടെ ഇരുന്നു. അയ്യോടി അവിടേക്ക് ഫാന് കാറ്റെത്തില്ല. എനിക്കാണെങ്കിൽ ചൂടെടുക്കും. ഓഹോ അപ്പൊ ഞങ്ങൾക്ക് ചൂടെടുക്കുന്ന പ്രശ്നമല്ല. നീ മരത്തിൽ ഇവിടെ ഇരിക്കാൻ നോക്ക. റോൾ നമ്പർ 3. എടാ മണ്ട ഹൃതിക്, എന്താടാ നിനക്ക്? നിന്നതാ വിളിക്കുന്ന ടീച്ചർ. അയ്യോ പ്രസന്റ്. ആബ്സെന്റ് ഇട്ടിക്കണ. എത്ര വിളിച്ചാ വിളിക്കാ? എവിടെയായിരുന്നു മോനെ? നാളെ 100 പ്രാവശ്യം എഴുതി കൊണ്ടുവാ. എന്ത്? ടീച്ചറെ ഞാൻ പ്രസന്റ് ആണെന്ന് പറഞ്ഞിട്ട്. ഞാനാണ് നിങ്ങളുടെ ഫിസിക്സിന്റെ മിസ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. പിന്നെ ഒരു കാര്യം പറയാം, അന്നാ നടക്കുന്നത് അന്നാണ് പോയി പഠിക്കുക. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം, സത്യം. നമുക്ക് ഒരുപാട് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് പഠിച്ചിരിക്കണം. അതിനു മുന്നേ നമുക്കൊന്ന് പരിചയപ്പെടാം. പേര് പറയൂ. റാം, അക്ഷയ്, ഹൃതിക്, ടീന, റിയ, റീന. എല്ലാം കൂടി കൺഫ്യൂഷൻ ആവുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട് മിസ്സിന്. നമ്മള് നോട്ട്സ് എന്തായാലും ഇപ്പൊ ഇവിടുന്ന് ക്ലാസ് നമുക്ക് എഴുതാൻ പറ്റുന്ന വരില്ല. സമയം നമുക്ക് കുറച്ചേ ഉള്ളൂ. 14 ചാപ്റ്റർ നമുക്ക് തീരാനുണ്ട്. അപ്പോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മിസ്സിന്റെ അടുത്ത് മിസ് എഴുതിയിട്ടുള്ള കുറച്ച് ഷോർട്ട് നോട്ട്സ് ഉണ്ട്. അത് നിങ്ങൾ പോയിട്ട് പ്രിന്റ് എടുത്താൽ മതി. ആരെ പേൽപ്പിക്കുക? ഹൃതിക് ആയിക്കോട്ടെ. ഞാനോ? ശരി. അല്ലെങ്കിൽ ഞാൻ ക്ലാസ് ഗ്രൂപ്പിൽ PDF ഇടാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് കോപ്പി എടുക്കാനുള്ള പേര് ഹൃതിക്കിനെടുത്ത് കൊടുത്താൽ മതി. ഇന്റർവെൽ സമയത്ത് കളക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ മിസ്. എന്താണ് നിനക്ക് തളർച്ച പോലെ? ഇത് വല്ല ഫുഡിന്റെ കാര്യം പറയണെങ്കിൽ നീ ഇങ്ങനെ അല്ലായിരിക്കില്ലല്ലോ. എന്നാ പിന്നെ നീ ഏറ്റെടുത്തോ മിസ്സേ. പോടാ അവിടുന്ന്. ഞാൻ ഒന്നും പറഞ്ഞില്ല, ക്ഷമിക്കുന്നേ. അങ്ങനെ വഴിക്കുവാ. എന്താ ഹൃതിക് വിളിച്ചത്? അത് പിന്നെ മിസ്സേ, എന്നത്തേക്ക് ഇത് വേണ്ടത്? നാളെ തന്നെ വേണോ അതോ? കഴിയുന്നതും അത്ര നേരത്തെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കാം. നീ പേര് കൊടുക്കുണ്ടോ? കൊടുക്കാം. നമുക്ക് നോട്ട് എഴുതണ്ടല്ലോ. അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എഴുതിയെടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇതാകുമ്പോ സുഖായല്ലോ. ഈ സാധനം മേടിക്കണ പൈസ നമുക്ക് എന്തെങ്കിലും മിഠായി മേടിച്ച് കഴിച്ചൂടെ? മിഠായി മേടിച്ച് കഴിച്ചാല് ഫിസിക്സ് തലയിൽ കയറുവോ? വെറുതെ തമാശ പറയല്ലോ. ഞാൻ കാലത്ത് പറഞ്ഞതാ, ഞാൻ എന്തായാലും പേരെടുക്കും. റമ്മേ നിനക്ക് വേണോ? ഹൃതിക് മിണ്ടാതിരിക്കുക. നിന്റെ ഇരട്ടപ്പേര് ഇവിടെ വിളിക്കലായിരിക്കൂ. സോറിടാ, പറ നിനക്ക് വേണോ? വേണം വേണം. ശരി, നിന്റെ പേരെന്താ പറഞ്ഞേ? ഹൃതിക്. അറിയാം. RAM. റമ്മ്. സോറി, റാം. ഹൃതിക്. ഹായ്. എനിക്ക് ഫിസിക്സിന്റെ ആ കോപ്പി വേണമായിരുന്നോ? ശരി, അതിലെന്താ? ഇത് കൊള്ളാലോ. എന്റെ പേരൊക്കെ അറിയോ? അത് പിന്നെ ഇയാള് ക്ലാസ്സിലെ പേര് പറഞ്ഞില്ലായിരുന്നോ? അതാ. ഓക്കേ. നീ ആ ടൗണിലെ സ്കൂളിലെ കുട്ടിയല്ലായിരുന്നോ? അതെ. എന്നെ കണ്ടിട്ടുണ്ടോ മുന്നേ? ചെറുതായിട്ട്. ശരി. എന്താടാ നിനക്ക് ആ പെണ്ണിനോട് എന്തെങ്കിലും ഉണ്ടോ? നീ കൊറേ നേരമല്ലോ. പോടാ അവിടുന്ന്. പിന്നെ നിനക്ക് എങ്ങനെ മനസ്സിലായി അവള് ടൗണിലെ സ്കൂളിൽ പഠിക്കണേന്ന്? ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടത് ഞാൻ പറഞ്ഞു. അവന്റെ പേര് റമ്മ. നീ അതറിഞ്ഞോ? ഞാനത് കേട്ടപ്പോ എനിക്ക് ചിരി വന്നതാ. പിന്നെ ഞാൻ പിടിച്ചു വെച്ചതാ. അയ്യേ, ആക്ച്വലി ഈ റാമെന്ന് കേൾക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന റമ്മ തന്നെയാണല്ലേ. ഇവരെന്താ പറയുന്നേ? ചിലപ്പോ ഞാന് അവളെ കുറിച്ച് അന്വേഷിച്ച കാര്യം അതായിരിക്കും.
അതിലിപ്പം എത്രമാത്രം ചിരിക്കാനായിട്ട്? എന്തെങ്കിലും